Mission Mars 1, 3, 2, 1, 0. യാത്ര ചൊവ്വയിലേക്ക്. Hey, welcome to Morning Number 1 only on Super Hits 93.5 Red FM. ഇന്ന് ഈ ഫ്രൈഡേ വളരെ സ്പെഷ്യൽ ആവുന്നു ബിക്കോസ് ഇന്ന് നമ്മൾ പോകുന്നു ചൊവ്വയിലേക്ക്. എന്താന്നല്ലേ ആലോചിച്ചത്? എക്സ്ക്ലൂസീവ്ലി ഇന്ന് മോർണിംഗ് നമ്പർ 1ലൂടെ ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ പോണു. അദ്ദേഹം മറ്റാരുമല്ല, ഒരു പ്രൈവറ്റ് ഏജൻസി ഓർഗനൈസ് ചെയ്ത വൺ വേ മാർസ് ട്രിപ്പിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 205 പേരിൽ തിരുവനന്തപുരക്കാരനായിട്ടുള്ള സ്പേസ് ഫ്ലയർ രാകേഷ് രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് രാകേഷ്. ഗുഡ് മോർണിംഗ് ലവ്യ. അങ്ങനെ രാകേഷ് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ചൊവ്വ ഗ്രഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. കൺഗ്രാറ്റുലേഷൻസ്. ഭാഗ്യം ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. 705 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 24 പേര് പോവുള്ളൂ. ഐ ഹോപ്പ് ആ 24 പേരിൽ ഒരാൾ ഞാൻ ആവുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 205 പേര് അറ്റ് ലാസ്റ്റ് അതിനകത്ത് ഒരാളായി. ഹൗ വാസ് ദി ജേർണി ആക്ച്വലി? 2,04,000 പേര് ഒറിജിനലി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവര് പ്രൊഫൈൽ നോക്കിയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. 70 സെക്കൻഡ്സിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതും പേഴ്സണൽ പ്രൊഫൈലും വർക്ക് ബാക്ക്ഗ്രൗണ്ടും അതെല്ലാം നോക്കിയാണ് അവർ ആദ്യം 1,058 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ റൗണ്ട് ഉണ്ടായിരുന്നു. അതിപ്പോ ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അതിലൊരു മെഡിക്കൽ ഫിറ്റ്നസ് ക്രൈറ്റീരിയ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കുന്നത് നമ്മൾ ആ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്നത്. പിന്നെ ഒരു അണ്ടർടേക്കിംഗ് കൂടെ, ഒരു വേർബൽ എഗ്രിമെന്റ് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊന്ന് പിൻവാങ്ങുന്നില്ല, എന്റെ പ്രൊഫൈൽ പബ്ലിക്കിനെല്ലാം കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു അണ്ടർടേക്കിംഗ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം 205 പേരായി കുറഞ്ഞത്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇനി അടുത്ത റൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അടുത്ത കടമ്പ എന്താണ് നിങ്ങൾക്കുള്ളത്? അടുത്ത റൗണ്ട് പേഴ്സണൽ ഇന്റർവ്യൂസ് ആണ്. അത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ആണ്. ആക്ച്വൽ ടീം അവിടെ തന്നെ നോബൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ചീഫ് മെഡിക്കൽ ഓഫീസറും ഇതിന്റെ സിഇഒയും എല്ലാം പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് ഫൈനൽ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യും. അത് 24 കാൻഡിഡേറ്റ്സ് ആയിരിക്കില്ല, 24 കൂടുതൽ കാണും. ഇവൻച്വലി അവിടെ മാസത്തിൽ പോകുന്നത് 24 പേരായിരിക്കും. യു വെരി എക്സൈറ്റഡ്. ലൈക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ രാകേഷ് പോകുന്നു എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ എനിവേസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് നമ്പർ 1 ആണ്. ലാവണിക്കും രാകേഷിനും ഒപ്പം എക്സ്ക്ലൂസീവ്ലി ഓൺ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Mission Mars 1, 3, 2, 1, 0. യാത്ര ചൊവ്വയിലേക്ക്. Hey, you're listening to Morning Number 1 exclusively. നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് 93.5 റെഡ് FMലൂടെ മാർസ് 1ന്റെ വിശേഷങ്ങൾ ഫ്രം രാകേഷ്. ശരിക്കും പറഞ്ഞ വളരെ സത്യമായിട്ട് ജെന്യുവനായിട്ട് ഉത്തരം പറയണം. പേടിയുണ്ടോ പോവാൻ വേണ്ടി? പേടി സത്യം പറഞ്ഞ ഇല്ല. ഇവിടെ ഞാൻ ആലോചിച്ചിട്ടിരിക്കുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്. ആ സ്റ്റേജിലാണ് ഇപ്പം ഇരിക്കുന്നത്. ചിന്തിക്കുന്നത് അവിടെ ഓൾറെഡി ഞാൻ മെന്റലി അവിടെ എത്തിക്കഴിഞ്ഞു. ആലോചിച്ചു, ഇനി സമയമുണ്ട് പിന്തിരിയാൻ വേണ്ടിട്ട്. ഇറ്റ്സ് എ ബിഗ് റിസ്ക് കേട്ടോ. എല്ലാം റിസ്ക് ആണ്. ഞാൻ ഡൈവിങ്ങിന് പോകാറുണ്ട്, റോക്ക് ക്ലൈംബിങ്ങിന് അതിനൊക്കെ പോയിട്ടുണ്ട്, സ്കൈ ഡൈവിങ്ങിന് പോയിട്ടുണ്ട്. ഇതെല്ലാം ആ കൂട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇതും ഒരു അല്പം കൂടെ വലിയ റിസ്ക്. മാരീഡ് ആണോ? മാരീഡ് അല്ല. അത് പറ. അതാണ് പിന്നെ വിളിക്കാൻ ആരുമില്ല. നോ കമ്മിറ്റ്മെന്റ്സ് അല്ലേ? എക്സാക്ട്ലി. ഒരു ബാക്കിലോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഇല്ല. ഓ മൈ ഗോഡ്. No commitments, very young age. Do you think that it's too early to go to Mars? ഈ പോകുന്നത് ഇപ്പോഴും അടുത്തെങ്കിലല്ല, 2024 ഇവിടുന്ന് പോവുള്ളൂ. അപ്പോഴത്തേക്ക് എന്റെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഓൾമോസ്റ്റ് എത്തി. ഞാൻ പണ്ടുപോലെ പറയുന്നത് എനിക്ക് 45-ാമത്തെ വയസ്സിൽ റിട്ടയർ ആവണമെന്ന്. 45-ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ എന്റെ റിട്ടയർമെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഞാൻ മാസമാക്കി, അത്രേ ഉള്ളൂ. കൂൾ ബഡി കൂൾ. അപ്പൊ എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാകേഷ് രാധാകൃഷ്ണൻ ചൊവ്വയിലേക്ക് പോകാനുള്ള മാർസ് 1 എന്ന് പറയുന്ന ആ ഒരു യജ്ഞത്തിൽ 205 പേരിൽ ഒരാൾ, ഒരു മലയാളി, അതും തിരുവനന്തപുരംകാരൻ. ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എക്സ്ക്ലൂസീവ്ലി മോർണിംഗ് നമ്പർ 1ൽ ഓൺലി ഓൺ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. വിത്ത് മീ ലാവണ്യ. Mission Mars 1, 3, 2, 1, 0. യാത്ര ചൊവ്വയിലേക്ക്. കേൾക്കുന്നു സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FMലെ മോർണിംഗ് നമ്പർ 1 വിത്ത് മീ ലാവണ്യ. എക്സ്ക്ലൂസീവ്ലി ഇന്ന് ഇവിടെ നടക്കുന്നത് മാർസ് 1 എന്ന് പറയുന്ന ആ ഒരു മാർസിലേക്കുള്ള യാത്ര. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. ഇറ്റ്സ് എ വെരി വെരി ടഫസ്റ്റ് ടാസ്ക്. കടമ്പകൾ ഒരുപാടുണ്ട് ഈ യാത്രയുടെ ലിസ്റ്റിലേക്ക് ഒന്ന് കടക്കാൻ. ഇതൊക്കെ കടലും കടന്ന് തിരുവനന്തപുരത്ത് നിന്നും ഒരു ചുള്ളൻ ചെക്കൻ രാകേഷ് രാധാകൃഷ്ണൻ 205 പേരടങ്ങുന്ന ഇപ്പൊ വരെയുള്ള ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. 2024 പോകാനിരിക്കുന്ന ഈ യാത്രയുടെ വിശേഷങ്ങളാണ് രാകേഷ് മോർണിംഗ് നമ്പർ 1ലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ രാകേഷ്, മാർസ് ആക്ച്വലി വെരി സ്മോൾ പ്ലാനറ്റ്. നമ്മുടെ ഭൂമിയെക്കാട്ടിയും 2 ഇരട്ടി വലുപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് പ്രിറ്റി സ്മോൾ, അറ്റ്ലീസ്റ്റ് ഇൻ ഡയമീറ്റേഴ്സ്. ഓക്കെ, അപ്പം why you want to leave a beautiful earth and go to Mars? I feel it's a major feat. ഒരു വലിയൊരു മാൻകൈൻഡിന്റെ ഒരു നെക്സ്റ്റ് ജയന്റ് സ്റ്റെപ്പ് ആണ്. പിന്നെ നമ്മുടെ ഭൂമി ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ യൂട്ടിലൈസേഷൻ കാരണം. അപ്പൊ ഒരു 200 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എന്തായാലും ഹ്യൂമൻ കൈൻഡ് ഇവിടെ നിന്ന് മാറി വേറെ പ്ലാനറ്റ്സിലോട്ടും സെലസ്ട്രിയൽ ബോഡീസിലോട്ടും പോയേ പറ്റുള്ളൂ. ലൂണ ബേസ് 2030 റഷ്യ സെറ്റപ്പ് ചെയ്യാനുള്ള നടക്കുന്നുണ്ട്. ഇപ്പം ഇറ്റ്സ് ഇൻ പ്രോഗ്രസ്, അത് നടക്കും. പിന്നെ മാർസ് എന്താ പറയുക, ഓൾറെഡി ഈ ഹ്യൂമൻ കൈൻഡിന്റെ ലൈഫ് സ്പാനിൽ ഒരു 70 വർഷത്തിന് ശേഷം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനൊരു വളരെ പേഴ്സണൽ ആയിട്ടൊരു തലവും കൂടെ ഉണ്ട് കേട്ടോ. കാരണം അച്ഛൻ ഒരു മീഡിയയിൽ കേട്ടിട്ടാണ് അറിഞ്ഞതെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ മകൻ ഇങ്ങനെ മാർസിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ സംതിങ് അല്ലെ, അവര് ശരിക്കും പറഞ്ഞ സമ്മതം തന്നോ അച്ഛനൊക്കെ? എനിക്കിതുവരെ സംഭവം തന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരു 17 വയസ്സ് വരെ എനിക്ക് തോന്നുന്ന ഒരു വഴി കൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയും. പിന്നെ ഫ്രണ്ട്സ് എല്ലാം എക്സൈറ്റഡ് ആണ് ഒബ്വിയസ്ലി. ഓക്കെ, അപ്പം നമ്മുടെ രാകേഷ് ചൊവ്വയിലേക്ക് പോകുമ്പോ നല്ല ചോറും മീൻകറിയും ഒക്കെ കഴിക്കാൻ പറ്റുമോ? അറിയാം, ഒരല്പം പാട്ടിന് ഇടവേളയ്ക്ക് ശേഷം 93.5 റെഡ് FM മോർണിംഗ് നമ്പർ 1 ഇത് ഞാൻ നിങ്ങൾക്കൊപ്പം ലാവണ്യ, എന്നോടൊപ്പം രാകേഷ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. മിഷൻ മാർസ് 1 3 2 1 0. യാത്ര ചൊവ്വയിലേക്ക്. യാത്ര ചൊവ്വയിലേക്ക്. ഗുഡ് മോർണിംഗ് റെഡ് FM ലിസണേഴ്സ്. എന്റെ പേര് രാകേഷ് എന്നാണ്. പക്ഷെ ഞാൻ എന്റെ സ്വദേശം തിരുവനന്തപുരമാണ്. മാർസ് 1 എന്ന് പറയുന്ന ചൊവ്വയിൽ മനുഷ്യനെ കൊണ്ട് പാർപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. മാർസ് 1 പ്രോഗ്രാമിൽ 705 പേര് സെലക്ട് ചെയ്തിട്ടുള്ളതിൽ ഒരാള് ഞാനാണ്. യെസ്, എക്സ്ക്ലൂസീവ്ലി മോർണിംഗ് നമ്പർ 1 93.5 റെഡ് FM ലാവണിക്കൊപ്പമുണ്ട് രാകേഷ് ഇന്ന്. എനിവേസ്, യു ഗോയിങ് ടു മാർസ്. സാധാരണ പോണ സ്ഥലത്തൊന്നും അല്ല. സോ ബിഗ് പ്രിപ്പറേഷൻ ഉണ്ടാവും. ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അവിടെ ചെന്ന ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടാവും, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു ഡിലേ ഉണ്ടാവും, ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടാവും. എനിക്ക് ഇപ്പോഴും അടുത്ത് വേണമെന്നുള്ളത് എന്റെ വായിക്കാനുള്ള ബുക്സ്, ഇന്റർനെറ്റ് കോണ്ടന്റ്, മ്യൂസിക് ഒബ്വിയസ്ലി, പിന്നെ ഇത്രയും നാളും എടുത്തിട്ടുള്ള എന്റെ ഫോട്ടോസ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ കൈ കൊണ്ടുപോകുന്നത്. പിന്നെ എന്റെ ഒരു പഴയ ടെഡിവെയർ ഉണ്ട്, അതിന് ഓക്കെ. അപ്പൊ എന്നാലും മാർസിലേക്ക് പോകുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോ കഴിക്കാൻ ഭക്ഷണം, ഇപ്പൊ നമ്മുടെ ചോറും മീൻകറിയും കപ്പയും ഇതുപോലുള്ളതൊക്കെ കഴിക്കാൻ പറ്റുമോ? അത് ചിലപ്പോ കഴിക്കാൻ പറ്റും കേട്ടോ. കപ്പ ഉണക്കി എടുത്ത അധികം നാൾ ഇരിക്കുന്ന സാധനമാണ്. കപ്പ മിക്കവാറും അവിടെ കിട്ടുമായിരിക്കും. മീൻ നടക്കില്ല, മീൻകറി നടക്കില്ല, കപ്പയും മുളക് പൊടിയായിരിക്കും, അതും മതി. അതെങ്കിൽ മതി. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോ മാർസിൽ പോയാലും മീൻകറിയൊക്കെ ഇല്ലാതെ ചോറ് എന്നാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും മാർസിലേക്ക് പോകുന്നത് വലിയ എളുപ്പമുള്ള പണിയാണ്, നമ്മുടെ ഗഫൂറിന്റെ ഗുരുവിലൊക്കെ കയറി പോവാന്ന്. പക്ഷെ നോ, ഒരുപാട് സാക്രിഫൈസ് ഉണ്ട്. ഇതിൽ ഏറ്റവും മേജർ സാക്രിഫൈസ് എന്ന് പറയുന്നത്, യെസ്, ഈ പാട്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും, ചൊവ്വയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. കേട്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM മോർണിംഗ് നമ്പർ 1 നിങ്ങൾക്കൊപ്പം ഞാൻ ലാവണ്യ, എന്നോടൊപ്പം ഉണ്ട് രാകേഷ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. മിഷൻ മാർസ് 1 3 2 1 0. യാത്ര ചൊവ്വയിലേക്ക്. യാത്ര ചൊവ്വയിലേക്ക്. ഈ വെള്ളിയാഴ്ച നമ്മൾ ചൊവ്വയിലേക്ക്, ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്ന ഒരാളുടെ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ വേറെ ഒരിടത്തും കേട്ടിട്ടില്ല രാകേഷിന്റെ ശബ്ദം. എക്സ്ക്ലൂസീവ്ലി ഓൺ റെഡ് FM 93.5 മോർണിംഗ് നമ്പർ 1 വിത്ത് മീ ലാവണ്യ. സോ ഇനിയാണ് എക്സൈറ്റിംഗ് പോർഷൻ. കേട്ടിരിക്കുന്നത് ചൊവ്വയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളതിനൊരു ഉറപ്പില്ല എന്നാണ്. റൈറ്റ് രാകേഷ്? പോയിട്ട് തിരിച്ചു വരുന്ന ഉറപ്പില്ലെന്നല്ല, പോയിട്ട് തിരിച്ചു വരില്ല. ഇപ്പൊ നമുക്ക് ഉള്ള ടെക്നോളജി യൂസ് ചെയ്ത് അവിടെ പോകാനും അവിടെ സെറ്റിൽ ചെയ്യാനും പറ്റും. പക്ഷെ തിരിച്ചു വരാനുള്ള ടെക്നോളജി ഇപ്പം ഇല്ല. അത്രയും പേലോഡ് ഇവിടെ ലിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് അവിടെ ഒരു റോക്കറ്റ് തിരിച്ചു വരാനുള്ള ടെക്നോളജി ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തിരിച്ചു വരില്ലെന്നുള്ള ഉറപ്പാണ്. ഓ മൈ ഗോഡ്, എത്ര സിമ്പിൾ ആയിട്ട് രാകേഷ് ഇത് പറയാണ്. ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഒരു വല്ലാത്ത ബോണ്ടേജ് ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ 2024 എനിക്ക് രാകേഷിനെ കാണാൻ പറ്റില്ല എന്നാണ് പറയണത്. കാൺട്ട് ബിലീവ് ഇറ്റ്. തീർച്ചയായിട്ടും. അറ്റ് ലാസ്റ്റ് യു ഡിസപ്പോയിന്റഡ് മീ രാകേഷ്. ബട്ട് എനിവേസ്, ഓക്കെ, പോണ വഴിക്ക് നമ്മുടെ ആൾക്കാരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളോ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ടൂൾസും മീൻസും കാത്തിരിക്കാതെ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. ചെയ്തു തുടങ്ങുക, ചെയ്തുകൊണ്ടിരിക്കുക, എത്തേണ്ടിടത്ത് നമ്മളെത്തും. ഇത്രയും ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇത്രയും നേരം ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. കാരണം തിരുവനന്തപുരംകാരനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെടാന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൗഡ്. ആൻഡ് ഇന്ന് എനിക്ക് മറ്റൊരു അഭിമാനവും കൂടെ ഉണ്ട്. കാരണം ഇന്ത്യയിൽ എങ്ങും ഇതുവരെ രാകേഷിനെ ആരും കേട്ടിട്ടില്ല.
ഇന്ന് ആദ്യമായി റെഡ് എഫ് എമ്മിലൂടെ എക്സ്ക്ലൂസീവ്ലി ഓൺ മോർണിംഗ് നമ്പർ 1 എല്ലാവരും കേൾക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം. അദ്ദേഹത്തിന് ആശംസ പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ മൈ ഷോ. ഓൾ ദി വെരി ബെസ്റ്റ് രാകേഷ്. താങ്ക് യു. ബൈ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ